NDAയുടെ നേതൃത്വത്തിൽ വടകര ഡിവൈഎസ്പി ഓഫീസിലേക്കുള്ള മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ചത്. എന്നാൽ നിർഭാഗ്യകരമായിരിക്കട്ടെ, വടകരയിൽ രണ്ട് മുന്നണികളും ഈ തിരഞ്ഞെടുപ്പിലെ മതത്തിനു വേണ്ടി സ്പർദ്ധ വളർത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് വടകര പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ വെച്ചത്. അതിന് ദൃക്സാക്ഷികളാണ് ഈ വടകരയിലെ ജനങ്ങൾ. പ്രിയമുള്ളവരെ, കള്ള വീഡിയോയുടെ ഉറവിടം കണ്ടെത്തുക, അതിന് ഉത്തരവാദികളായവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ മാർച്ച് വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിച്ചേരുന്നത്. പ്രധാനമന്ത്രിയുടെ സമഗ്ര വികസനത്തിന്റെ നേട്ടങ്ങൾ, ക്ഷേമപ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും നേരിട്ടത്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തിരഞ്ഞെടുപ്പ് ദിവസം വടകരയിൽ പ്രചരിപ്പിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ, പാർട്ടിയെ കളങ്കിതപ്പെടുത്തിക്കൊണ്ടുള്ള കള്ള വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുന്നു. ആ കള്ള വീഡിയോയുടെ ഉറവിടം കണ്ടെത്തുക, മുന്നിൽ കൊണ്ടുവരിക എന്ന് മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിച്ചേരുന്നത്. വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തുക, ഭാസ്കരനെ ചോദ്യം ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവരിക, CPM പോലീസ് ഒത്തുകളി അവസാനിപ്പിക്കുക, കുറ്റക്കാരെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച്. ഈ മുദ്രാവാക്യം നിവർത്തിപ്പിടിച്ചുകൊണ്ടാണ് NDAയുടെ
പ്രിയപ്പെട്ട NDA നേതാക്കന്മാരെ, പ്രവർത്തകരെ, നാട്ടുകാരെ, നമസ്കാരം. ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് ഇത്തരമൊരു മാർച്ച് DY ഓഫീസിന് നേരെ നടത്തേണ്ടി വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി നമ്മൾ നൽകിയ പരാതിയുടെ അന്വേഷണം വേണ്ടത്ര പുരോഗമിക്കാത്തതിലും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഏപ്രിൽ 26-ാം തീയതി രാവിലെയാണ് കൈവേലിയിലെ ഭാസ്കരൻ എന്ന് പറയുന്ന ആളെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങളിലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ഈ ഭാസ്കരൻ ഒരു BJP പ്രവർത്തകനാണ് എന്നുള്ള നിലയ്ക്ക് സന്ദേശം നൽകുകയും അതോടൊപ്പം തന്നെ ഇയാളോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നത നേതാക്കളായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി M. മോഹനൻ മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി അംഗം M. രാമദാസ് മല്ലേരി എന്നിവർ UDF-ന് വേണ്ടി വോട്ട് മറിച്ചു കൊടുക്കണമെന്നുള്ള ഒരു പ്രസ്താവനയാണ് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചത്. അന്ന് തന്നെ മേപ്പയ്യൂരിലും വടകരയിലും പരാതി കൊടുത്തെങ്കിലും അതിന്റെ അന്വേഷണം വളരെ വേഗത്തിൽ നടക്കാതെ ഒച്ചിന്റെ വേഗത്തിലാണ് നടക്കുന്നത് എന്ന് കാണുകയും ഞങ്ങൾ SP-യെ കണ്ടെങ്കിലും ഇത്രയും ദിവസമായിട്ടും അതിന്റെ അന്വേഷണം പൂർത്തിയാവുകയോ ഭാസ്കരനെയോ അതിന്റെ വീഡിയോയിൽ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയോ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വേനൽക്കാലത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരമൊരു പ്രകടനം നമുക്ക് നടത്തേണ്ടി വന്നിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രകടനം ഭാരതീയ ജനതാ പാർട്ടിയോ ദേശീയ ജനാധിപത്യ സഖ്യമോ ഞങ്ങളുടെ ഈ ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള ഒരു അവസ്ഥ